ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഫലവൃക്ഷത്തോട്ടത്തിലെ അത്ഭുത കാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ തോട്ടത്തിൽ വന്നപ്പോൾ കണ്ടത് ജപ്പാൻ പേര പൂത്തു നിൽക്കുന്നതാണ്. മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ടായി. നമ്മൾ കുട്ടികളെ പോലെ നോക്കി വളർത്തുന്ന തൈകൾ, അതിൽ പുതിയ തിളിര് വരുമ്പോൾ, പൂക്കൾ വരുമ്പോൾ, കായ്കൾ വരുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ടാവും. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കൃഷിത്തോട്ടത്തിലെ വേറൊരു പ്ലാന്റാണ്, സ്ട്രോബെറി പേര. സ്ട്രോബെറി പേരയിൽ റെഡും ഉണ്ട്, യെല്ലയും ഉണ്ട്. എൻ്റെ ഉള്ളത് ഏതാണെന്ന് കൃത്യമായി എനിക്കറിയില്ല. തുടക്കകാലത്ത് വാങ്ങിച്ചതാണ്. എന്തായാലും അത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ കട്ട് ചെയ്ത് ബുഷാക്കി നിർത്തിയതാണ്. ഇപ്പോൾ പുതിയ തുളിരിൽ വന്നിട്ടുണ്ട്, മുട്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രൂട്ടായെങ്കിൽ മാത്രമേ ഇതിൻ്റെ ശരിക്കുമുള്ള അവസ്ഥ അറിയാൻ പറ്റുള്ളൂ. ഇന്നലെ നമ്മളുടെ വൃക്ഷങ്ങൾക്ക് നല്ലൊരു മഴ കിട്ടി. ആ മഴ കാരണം ഇലകളിലെല്ലാം വെള്ളത്തുള്ളികൾ. ഇപ്പോൾ വൃക്ഷത്തിൻ്റെയും മനസ്സുകളും ശരീരവും തണുത്തിട്ടുണ്ടാവും. ഇത് ഞാവലാണ്, തായ്വാൻ ഞാവൽ. ഇതുപോലെ ഫ്രൂട്ടുകൾ ചെയ്യുന്നവർക്ക് ഈ വൃക്ഷത്തെക്കുറിച്ച് അറിയാം. ഇത് വലിയ വൃക്ഷമാവുകയില്ല, ചട്ടിയിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ കായ പിടിക്കും. ഇത് ബ്ലാക്ക് ഞാവലാണ്, അതുപോലെ തന്നെ വൈറ്റ് ഞാവലും ഉണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ എടുത്ത പ്ലാന്റ്സിൽ ചിലതുകളിൽ പൂ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പൂവുള്ളത് എടുക്കാതിരുന്നതാണ്. വൃക്ഷം കുറച്ച് ഹെൽത്തി ആയിട്ട് പൂ വന്നാൽ അതിൻ്റെ കായ്കൾ നിലനിൽക്കും. ഇതും കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇത് വളർന്നു വരുമ്പോൾ നല്ല ബുഷായിട്ട് വരും. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാവൽ, അതിൻ്റെ തന്നെ വൈറ്റ് ഞാവലിൻ്റെ തൈയാണത്. ഇത് അത്യാവശ്യം നല്ല ബുഷായിട്ട് നിൽപ്പുണ്ട്. കുറച്ച് നീളമുണ്ടായിരുന്നു. ഈ ലെവലിൽ നിന്ന് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ കട്ട് ചെയ്തപ്പോഴത്തേക്ക് പുതിയ ഇതളുകളൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. ഇതെല്ലാം ഒരു 6 മാസം മുതൽ 1 വർഷത്തിനകത്ത് നല്ല റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തൈയാണ്. ഇതിനെന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വയ്യ. നല്ല ഗ്രീനായിരുന്നു. ഇപ്പോൾ ഇലകളിൽ ചെറുതായിട്ട് മഞ്ഞ കളർ വരുന്നുണ്ട്. സാധാരണ മഞ്ഞ വരുന്നത് 2-3 കാര്യം കൊണ്ടാണ്. എൻ്റെ അറിവിൽ അമിത വളപ്രയോഗം, ഇതിൻ്റെ മൂട്ടിൽ വെള്ളം കെട്ടി നിൽക്കുക മുതലായവയാണ്. എന്തായാലും ഇന്ന് വീഡിയോ ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.